ഒരു മൂലയിൽ ഇതാ വാഴ വെച്ചിരിക്കുന്ന ആ മൂലയിൽ ഒരു 2 സെറ്റ് ഇട്ടിട്ടുണ്ട് സാർ. അവിടെ 24/7 അവിടെ ഇരുന്നുണ്ട്, പാട്ടും പാടി മറ്റ് കലാപരിപാടികളും നടത്തി മറ്റ് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാണ്ട് കറങ്ങി നടന്ന ആൾക്കാരെ സുഖിപ്പിച്ച് നടക്കുന്ന ഇയാളാ ഒരു കോമഡി പീസ് എന്ന് പോലും പറയാനുള്ള യോഗ്യത ഇല്ലാത്ത ഇയാളാ. അത് നിങ്ങളുടെ സ്വഭാവമായിരിക്കും. ബിഗ് ബോസിനടുത്തൊക്കെ പറഞ്ഞത് എന്റെ സ്വഭാവമാണ് പ്രഷർ. അത് പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കണം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഡേ 6 അഥവാ എപ്പിസോഡ് 7, അതായത് ശനിയാഴ്ചത്തെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് അല്ലേ. സാധാരണ എല്ലാ ശനി ഞായറും ലാലേട്ടൻ വരുന്നതാണ്. എന്തായാലും ഈ സീസണിലെ ഫസ്റ്റ് വീക്കെൻഡ് ആണ് അല്ലേ. എന്തായാലും തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ വരുന്നു. എന്നിട്ട് പ്രേക്ഷകരോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇത്തവണത്തെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലായോ എന്നുള്ളത്. എന്നിട്ട് കുറച്ചു നേരം സൈലന്റിന് ശേഷം പറയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് അവരോട് ചോദിക്കാം എന്നുള്ളത്. എന്നിട്ട് നേരെ സ്ക്രീനിലോട്ട് പോവാണ്. സ്ക്രീനിൽ എന്താക്കണം, മത്സരാർത്ഥികളെ കാണിക്കാണ്. അങ്ങനെ അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ലാലേട്ടൻ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് ചില ചോദ്യങ്ങളും പറച്ചിലുകളുമാണ് അല്ലെ. എന്തൊക്കെയാണ് ലാലേട്ടൻ ചോദിച്ചത്? ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് സ്വയം നിങ്ങളെ കുറിച്ച് മനസ്സിലായത്? ബിഗ് ബോസ് എന്ന ഗെയിമിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അല്ലെ. ഓരോരുത്തരും അതിന് ഓരോരോ മറുപടികളാണ് പറയുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല. ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഓരോരുത്തരും പറയുന്ന മറുപടികളോടൊന്നും ലാലേട്ടന് തീരെ തൃപ്തി വരുന്നില്ല എന്നുള്ളതാണ്. അത് ലാലേട്ടന്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളത് പറയാലോ, ലാലേട്ടൻ ഇന്നലെ കട്ട കലിപ്പിലായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ. സാധാരണ ഒരു സീസണൊക്കെ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ സാധാരണ കലിപ്പാവാറ്. പക്ഷെ ഇത്തവണ ആദ്യത്തെ ആഴ്ച തന്നെ കലിപ്പായി എന്നുള്ളതാണ്. അതിനുള്ള കാരണം മത്സരാർത്ഥികൾ തന്നെയാണ്. വന്ന ആദ്യത്തെ ആഴ്ച തന്നെ ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ചുമ്മാ തൊട്ടേനും പിടിച്ചതിനൊക്കെ അടികൂടാ അല്ലേ. നല്ല ഇമോഷണലി കണക്ട് ആക്കുന്ന ഒരു കണ്ടന്റ് പോലും ഈ ആഴ്ച അവർക്ക് തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആകെ തന്നുകൊണ്ടിരുന്ന കണ്ടന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് രതീഷിനെ വെറുപ്പീര്, രണ്ടാമത്തെ എന്താണ് ജാസ്മിന്റെയും ഗബ്രിന്റെയും കിന്നരിക്കല്. ഇതിനൊരു നല്ല കണ്ടന്റ് എന്തെങ്കിലും വിളിക്കാൻ പറ്റും. മോശം കണ്ടന്റുകളാണ് തന്നുകൊണ്ടിരുന്നത്. അതിനൊരു ഫ്രസ്ട്രേഷൻ ലാലേട്ടന്റെ മുഖത്ത് കാണാമായിരുന്നു. എന്തായാലും ഇത്തവണ ലാലേട്ടൻ രതീഷിനെ വന്ന് ഇട്ടാട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ലാലേട്ടൻ രതീഷിനോട് ചോദിക്കുന്ന ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. രതീഷ്, എന്താണ് ഈ ഗെയിമിനെ പറ്റി മനസ്സിലാക്കിയത്? നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മൾ ചെറിയ തോതിൽ ചെയ്യാൻ ശ്രമിക്കുക. ഭയങ്കര തിരിച്ചറിവ്. ചിരിക്കാനല്ലേ പറഞ്ഞേ? ചിരിക്കാനല്ലേ പറഞ്ഞേ? എന്നിട്ട് അതാണോ ചെയ്യുന്നത് നിങ്ങള്? അല്ല പിന്നെ എന്താ ചെയ്യുന്നത്? ശരിയാണ്. എന്ത് ശരിയാണ്? ലാലേട്ടൻ ചൂടായപ്പോ രതീഷ് ഒന്ന് പേടിച്ചെന്നുള്ളതാണ് അല്ലേ. ലാലേട്ടന്റെ അവസാനത്തെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. രതീഷ് എന്താ ചെയ്യണം എന്നുള്ള രതീഷിന് തന്നെ ഒരു പിടുത്തില്ലേ. എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ്. ഇത് കഴിഞ്ഞ് ലാലേട്ടൻ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും 2 ദിവസം മുന്നേ മറ്റുള്ള മത്സരാർത്ഥികളുമായി പ്രശ്നം ഉണ്ടാക്കിയിട്ട് രതീഷ് ബാഗ് എടുത്ത് പോകാൻ പോയ സംഭവം. അതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ തോന്നുമ്പോൾ ബാഗ് എടുത്ത് ബിഗ് ബോസിൽ ഒന്ന് കിറ്റ് ചെയ്യാൻ താങ്കൾക്ക് അധികാരമുണ്ടോ എന്നുള്ളത്. അന്നേരം രതീഷ് പറയുന്നുണ്ടില്ല എന്നുള്ളത്. അന്ന് രതീഷ് ഗേറ്റിന് മുന്നിൽ വന്ന് നിന്നെങ്കിൽ കൂടിയും ഗേറ്റ് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു അല്ലേ ബിഗ് ബോസ്. അപ്പൊ അന്നേരം അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഗേറ്റ് തുറന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇറങ്ങി പോകുമായിരുന്നു എന്നുള്ളത്. അപ്പൊ രതീഷിന്റെ മറുപടി അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരുപക്ഷെ ഞാൻ ഇറങ്ങി പോകുമായിരുന്നു എന്നുള്ളത്. ലാലേട്ടൻ അതും നന്നായി ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ സിഗരറ്റിന്റെ സംഭവം ചോദിക്കുന്നുണ്ട്. ഏത് വന്ന 2ാമത്തെ ദിവസം ജാൻമണിക്ക് സിഗരറ്റ് വലിക്കണമെന്ന് തോന്നിയപ്പോൾ സിഗരറ്റ് കിട്ടി, പക്ഷെ ലൈറ്റർ കിട്ടിയില്ല. എന്നിട്ട് അടുപ്പിൽ പോയി സിഗരറ്റ് പോച്ചിട്ടുണ്ടായിരുന്നു. അത് റോക്കി കാണുകയും റോക്കി രതീഷിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രതീഷ് അത് ചോദിക്കാൻ പോയി ഭയങ്കര പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ മുന്നിലൊക്കെ വെച്ച് നല്ല രീതിയിൽ ജാൻമണിനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒരാൾ കണ്ടത് മറ്റൊരാളോട് പറയുക, എന്നിട്ട് മറ്റാളത് ചോദ്യം ചെയ്യാൻ പോവുക എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് തന്നെ സിഗരറ്റ് വെച്ച് അടുപ്പിൽ പോച്ചതിന് ജാൻമണിനെ എഴുന്നേറ്റ് നിർത്തിച്ചിട്ട് നല്ല കൊടുക്കൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാൻമണിനെ ഇരുത്തിയതിനു ശേഷം രതീഷിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് രതീഷ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ രതീഷിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ രതീഷിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. അല്ല സർ, അത് ചെയ്യാൻ പാടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ബാക്കിയല്ല നിങ്ങൾ ചെയ്യുന്നത്. ആണോ? അല്ല സർ, ഫസ്റ്റ് ഡേ വന്നിട്ട് അയാളോടൊന്ന് വർത്താനം പറയൂ, അല്ലെങ്കിൽ പോയിട്ട് സമാധാനമായിട്ട് പറയാലോ. നിങ്ങൾ അതിന്റെ അകത്ത് പോയി കത്തിക്കരുത്. അതൊരു വീടാണ്, നമ്മുടെ എല്ലാവരുടെയും വീടാണ്. നിങ്ങൾക്ക് ലൈറ്റർ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. അങ്ങനെയല്ലേ ഒരാളായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത്? ഒരാളൊരു തെറ്റ് ചെയ്തതിനെ വീണ്ടും ആ തെറ്റിലേക്ക് വലിയ രീതിയിൽ എല്ലാവരെയും വിളിച്ചറിയിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നിങ്ങളുടെ സ്വഭാവമായിരിക്കും. ബിഗ് ബോസിനടുത്തൊക്കെ പറഞ്ഞത് എന്റെ സ്വഭാവമാണ് പ്രഷർ. അത് പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കണം. അതത്രേ ഉള്ളൂ. പ്രസിഡന്റ് വീട്ടിലിരുന്നോളണം. ഇമാതിരി ഷോ ഓഫ് ആണിക്കല്ല വേണ്ടത്. എന്തായാലും പൊളിച്ച് കേട്ടോ ലാലേട്ടൻ. നല്ലോണം ഇട്ട് പൊരിച്ച് തന്നെ വേണം പറയാൻ. ഫൈനലി ഹി ഡിഡ് ഇറ്റ്. ലാലേട്ടൻ പറയേണ്ടടുത്ത് പറയുന്ന പോലെ തന്നെ പറഞ്ഞു അല്ലേ. കൃത്യമായ ഒരു അവതാരകന്റെ കർത്തവ്യം ഇവിടെ ലാലേട്ടൻ നിറവേറ്റി എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും ഫാർ ചെയ്തുകൊണ്ട് രതീഷിനോട് ഇരിക്കാൻ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്ന എന്താണ്, ഒരു ഗെയിമാണ്. ആ ഗെയിം മറ്റൊന്നുമല്ല, സിമ്പിൾ ഗെയിമാണ്. ഓരോരുത്തർ വിളിക്കുന്നു, എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക എന്നുള്ളത്. എന്നിട്ട് ഓരോരുത്തർക്കും 3 കാർഡ് കൊടുക്കുന്നു. ഹീറോ, 0, സൂപ്പർ സ്റ്റാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ രതീഷ് എന്താക്കാണ് 0 ചൂസ് ചെയ്യാണ്. ബാക്കിയുള്ള എല്ലാവരും ഹീറോയും സൂപ്പർ സ്റ്റാറും ചൂസ് ചെയ്യാണ്. ഈ ചൂസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഗബ്രിയും കൂടെ എന്താക്കാണ് ഹീറോ ചൂസ് ചെയ്യാണ്. പക്ഷെ ഇത് റോക്കിക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. റോക്കി ഇതിന് ചോദ്യം ചെയ്തുകൊണ്ട് സാർ ഇതിൽ എനിക്കൊരു ഒബ്ജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നിന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഒരു മൂലയിൽ ഇതാ വാഴ വെച്ചിരിക്കുന്ന ആ മൂലയിൽ ഒരു 2 സെറ്റ് ഇട്ടിട്ടുണ്ട് സാർ. അവിടെ 24/7 അവിടെ ഇരുന്നുണ്ട്, പാട്ടും പാടി മറ്റ് കലാപരിപാടികളും നടത്തി മറ്റ് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാണ്ട് കറങ്ങി നടന്ന ആൾക്കാരെ സുഖിപ്പിച്ച് നടക്കുന്ന ഇയാളാ ഒരു കോമഡി പീസ് എന്ന് പോലും പറയാനുള്ള യോഗ്യത ഇല്ലാത്ത ഇയാൾ സ്വയം ഹീറോ എന്ന് പറയുന്നതോട് ഞാൻ പൂർണ്ണാധികം വിയോജിക്കുന്നു സാർ.
അത് പൊളിച്ച് പ്രേക്ഷകർ എന്താണോ മനസ്സിൽ പറയാൻ വിചാരിച്ചത് അത് കൃത്യമായി റോക്കി ബായ് ഇവിടെ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് അല്ലെ. ഇത് പറയാൻ കഴിച്ച് ഇവിടെ റോക്കി മാത്രമേ കാണിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരാളും ഇത് പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. എല്ലാവർക്കും മാറി ഇത് ഭയങ്കര വെറുപ്പീരായി മാറുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ആരും ഇത് സ്പീക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും മുന്നിൽ ചർച്ചയുമുണ്ട്. ഇപ്പൊ ഇന്നലെ മുടിയനും അപ്സരും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടാളും നല്ല വെറുപ്പീരായി മാറുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അവരാരും പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ളതാണ്. അത് പുറത്തേക്ക് പറയാൻ മനസ്സ് കാണിച്ചത് റോക്കി എന്നുള്ളതാണ്. അതിനൊരു കയ്യിൽ റോക്കി അറിയിക്കുന്നുണ്ടെന്നുള്ളതാണ്. പുതിയ റോക്കി എന്ന് പറയുന്ന ഗെയിമർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം അത്ര നല്ല വെടുപ്പുള്ള ഗെയിമർ ഒന്നല്ല. 2 ദിവസം മുന്നേ ജാസ്മിനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് നീ ഒരു പെണ്ണാണെന്ന് സംശയമുണ്ടെന്നൊക്കെ ജാസ്മിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആലി റോക്കി ബായ്. അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഒരാളുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നതും നല്ല സ്വഭാവമല്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ചെയ്തത് നന്നായി എന്നുള്ളതാണ്. നല്ലത് ചെയ്താണ് നമ്മൾ നല്ലത് പറയണല്ലോ. പിന്നെ ഇത് കൂടാതെ ഗബ്രി എന്തോ അൻസിബയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തോ ഗബ്രീനെ എന്തോ ചൊടിപ്പിക്കുന്ന രീതിയിൽ അൻസിബ പറഞ്ഞ സമയത്ത് ഞാൻ പവർ ടീം അംഗമാണ്, ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻസിബിനെ കൊണ്ട് വെള്ളം കെടുപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ റോക്കി നല്ലോണം എടുത്തിട്ട് കൊട്ടുന്നുണ്ട് ലാലേട്ടന് മുന്നിൽ. എന്തായാലും അതിനൊക്കെ നമ്മൾ കൈയ്യടി കൊടുക്കണം. എന്തായാലും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന എന്താണ്, ഗബ്രി എടുക്കുന്നത് 2 ചോക്ലേറ്റ് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒന്നപ്പത്തിന് ഗബ്രി കഴിച്ചു, മറ്റേത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ചോക്ലേറ്റ് എവിടെ പോയി ഗബ്രി എന്ന് ആരായിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗബ്രിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. ആർക്ക് കൊടുക്കാനായിരുന്നു? ഇല്ല അത് കൊടുക്കാല്ല, ഞാൻ ചുമ്മാ അവിടെ വെച്ചോ. അല്ല ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കില്ല സാർ എന്തായാലും. അല്ല അത് ചോദിക്കാതെ എടുത്തല്ലേ? അതെ അതെ അത് മോഷണമാണ്. അതെ മോശനം തന്നെയാണ്. ആർക്ക് കൊടുക്കാനാണെന്നുള്ള അവിടെ എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഗബ്രിയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഗബ്രിയുടെ പ്രിയതമക്ക് അല്ലെ, ഗബ്രിയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഗബ്രിയുടെ സ്വന്തം ജാസ്മിന് അല്ലെ. എന്തൊരോ ഏതോ എന്തൊക്കെ കാണല്ലേ. രാത്രി 4 മണിക്ക് എണീറ്റ് കിന്നരിക്കുന്നു, ചോക്ലേറ്റ് എടുത്തു വെക്കുന്നു. ഹോ എന്താണല്ലേ, ഇത്ര ക്രിഞ്ച് ലവ് ആറ് ഞാൻ ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയും കൂടി കണ്ടു വെക്കാം. ഗബ്രി എടുത്ത ചോക്ലേറ്റ് ആർക്കാ കൊടുത്തതെന്ന്? ഗബ്രി അത് ആർക്കോ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ വെച്ചേക്കാൻ തോന്നുന്നു. ശരി, അങ്ങനെ പറയായിരിക്കും. അങ്ങനെയല്ല സാർ. എന്നിട്ട് ഇതുവരെ ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റിയില്ലേ? ഇല്ല ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റില്ല. ആർക്കും കൊടുക്കാത്ത ഞാൻ ഉദ്ദേശിച്ചത് എന്താ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എടുത്ത് വെച്ചിട്ട് എപ്പോഴെങ്കിലും എന്തോ ഒരു നല്ല അവസരം കിട്ടുമ്പോ കൊടുക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണെന്നാണ് എന്റെ അടുത്ത്. ഇല്ലല്ലേ? അല്ല ഇവിടെ ചോക്ലേറ്റ് അധികം കൈവയ്ക്കില്ല, അത് അരിഞ്ഞു പോകും. അതെന്തായാലും പൊളിച്ചു കേട്ടോ. അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ലാലേട്ടന്റെ കൗണ്ടർ അടിപൊളിയാ. എന്തൊക്കെ കാണണല്ലേ ഓരോരുത്തന്മാര് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങള്. അരിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്തായാലും ഗബ്രി കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കുന്ന വിചാരിക്കുക. അരിഞ്ഞിട്ട് പിന്നെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഇത്രയും പറഞ്ഞ് ആ എപ്പിസോഡ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇവരുടെ വെറുപ്പീര് ഒലിപ്പിക്കലിനെ കുറിച്ചൊന്നും ലാലേട്ടൻ ഒരു സൂചന കൊടുത്തില്ല എന്നുള്ളതാണ്. ചിലപ്പം പോകട്ടെ എന്ന് കാര്യത്തിൽ കാണും. കാരണം ബിഗ് ബോസിൽ ഇപ്പൊ കണ്ടന്റ് കൊടുക്കുന്നവരാണല്ലോ. അപ്പൊ പിന്നെ ഏത് വരെ പോകുന്നുള്ളതൊന്ന് കാണട്ടെ എന്നുള്ള ലെവലിൽ ലാലേട്ടൻ നിന്നതായിരിക്കും. അപ്പൊ അത്രയുമാണ് മൊത്തത്തിൽ ഈ എപ്പിസോഡ്. പിന്നെ എന്തതിന് ശേഷം ഇന്ന് രതീഷ് പുറത്താകും എന്നുള്ളൊരു കിംവദന്തിയൊക്കെ പരക്കുന്നുണ്ട് അല്ലെ. ഞാൻ ഇവിടെ നിന്നൊക്കെ ഇന്നലെ കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായി വ്യക്തിയാകാൻ പോകുന്നത് രതീഷാണെന്നുള്ളത്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന്ന് രാത്രി നമ്മൾ കണ്ടറിയുക തന്നെ വേണം. പക്ഷെ അങ്ങനെ എവിക്റ്റ് ആകുകയാണെങ്കിൽ, രതീഷ് പുറത്താകുകയാണെങ്കിൽ ആദ്യം സന്തോഷിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഓഡിയൻസ് ആയിരിക്കും. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഉള്ളവരേക്കാളും പ്രേക്ഷകർ രതീഷിനെ വെറുക്കുന്നുണ്ടെന്നുള്ളതാണ്. അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു അല്ലെ. രാവിലെ തൊട്ട് രാത്രി വരെ ഇവന്റെ വെറുപ്പിക്കൽ മാത്രമുള്ളത്. അതിനും ഭേദം ഇവനെ പുറത്താക്കുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകർ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും എന്റെ ചോദ്യം അതല്ല, രതീഷ് ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ കണ്ടന്റ് തരാൻ ആരാണുള്ളത് എന്നുള്ളതാണ്. ഈ വീട്ടിൽ ആരുമില്ല. ഒന്നാലും ഡ്രൈ ആയി പോകും. അതിനും ഭേദം രതീഷിനെ വെറുപ്പീരാണ്. പിന്നെ എന്താക്കണം, നമ്മൾ ജാസ്മിനും ഗബ്രീന്റെ ഒക്കെ ഒലിപ്പിക്കല് കണ്ടുവരും. ഫുൾ ടൈം ഇത് കണ്ടോണ്ടിരിക്കാന്ന് പറയുന്ന വട്ടായി പോകും. ഒന്നാലും മലങ്ങൾ ടൈം പോകും. ബിഗ് ബോസ് കിടക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടൂക്കാലോ. പക്ഷെ ഇത് എപ്പോഴും ഇത് കണ്ടോണ്ടിരിക്കാന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. അതിലും ഭേദം രതീഷിനെ വെറുപ്പീരാണ്. ഇതിന്റെ അത്ര സഹിക്കേണ്ടല്ലോ എന്തായാലും. പിന്നെ ലാലേട്ടൻ വേണ്ട പോലെ ആട്ടേണ്ട പോലെ ആട്ടിയിട്ടുണ്ടല്ലോ. ചിലപ്പോൾ രതീഷ് അതുമായി ഒന്ന് ഒതുങ്ങാൻ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് രതീഷിനെ കളിപ്പിച്ച് നോക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാലോ. എന്തൊക്കെയായാലും എന്താണ് നാളെ രതീഷ് പുറത്താകുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം? അത് നല്ലതാണോ മോശമാണോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.